എല്ലാവർക്കും MYCയിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങളുടെ സ്വന്തം ഇതിനാണ്. ടോവിനോയുടെ ഏറ്റവും പുതിയ മൂവി നടിക്കേണ്ട ട്രെയിലർ റിയാക്ഷനായിട്ട് വന്നിരിക്കുന്നത്. നമുക്ക് നേരെ എന്ന ട്രെയിലർ കാണാം, അതിനുശേഷം ബാക്കി കാര്യങ്ങൾ പറയാം. നേരെ എന്ന വീഡിയോയിലോട്ട് പോവാം. പക്ഷെ സർക്കാർ ഈ തൊപ്പിയും കാക്കി അണിയിച്ച് എന്നെ ഇങ്ങോട്ട് കെട്ടിയെടുത്തിരിക്കുന്നത് എനിക്ക് മുമ്പ് വന്ന ചില ഊച്ചാളി പോലീസുകാരെ പോലെ സാറിന് ക്ഷൗരം ചെയ്യാനാണ്. മുഹമ്മദ് ഷാക്കിർ ഇസ് ഇൻഫ്ലേവർ, ഹൈലി ഇൻഫ്ലേവർ. താങ്കൾ സെറ്റിലൊക്കെ വന്ന് അലമുണ്ടാക്കുന്ന ഒരാളാണെന്ന് പൊതുവെയുള്ള സംസാരം. ദൗർഭാഗ്യവശാൽ എന്റെ സിനിമാ സഹപ്രവർത്തകനായ ഒരു സഹോദരന്റെ കാലിൽ ചെറിയൊരു പൊട്ടലുണ്ട്. അന്ന് കാർ ഓടിച്ചിരുന്നത് ഞാനായിരുന്നില്ല. ഈ കർമ്മ എന്നൊക്കെ പറഞ്ഞ സാധനമുണ്ടല്ലോ, അത് സത്യം. ആസ് ആൻ ആക്ടർ ഞാൻ എങ്ങനെയുണ്ട്? മെഡിക്കൽ റെപ്പോ ഫീൽ എവിടെ? ചക്കരെ ശരി, ഒരു കാര്യം ചെയ്യാം. ഞാൻ നാട്ടിൽ ചെന്നിട്ട് മാസ്റ്റർ ക്ലാസ് സബ്സ്ക്രൈബ് ചെയ്യാം, അല്ലാണ്ട് ആക്ടിംഗ് ഒക്കെ ആയിട്ട് പഠിക്കണോ? ഗുഡ് മോർണിംഗ്, ഞാൻ പഠിക്കാൻ. എന്റെ ആദ്യത്തെ 3 പടം സൂപ്പർ ഡൂപ്പർ ഹിറ്റ് ആയിരുന്നോ? ഒരെണ്ണം ഇൻഡസ്ട്രി ഹിറ്റും അത് ചെയ്തു ഞാൻ തന്നെയല്ലേ? ആദ്യത്തെ 3 സൂപ്പറായിരുന്നു. ഞാൻ എന്ന് സൂപ്പർ സ്റ്റാറായി അന്ന് തന്റെ പണി പാളി. ഈ സിനിമ എന്ന് പറയുന്നത് ഒരു ചരിത്രമാണ്. സ്റ്റാലിൻ സ്വാസ്കി, ബോളോസ്ക്വാസ്കി, ആശാമര തട്ടകം, അതൊരാൾക്കും ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല. താൻ ഈ അടുത്തൊന്നും ചെയ്തല്ല അവസാനമായിട്ട് അയ്യേ എന്താണ് സിംഹാസനം. സിംഹാസനം എന്റെ അമ്മോ, അതൊന്നും ഒരാൾക്കും ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ചില സിനിമകളിലൊക്കെ ലാലേട്ടൻ വിരലുകൊണ്ട് അഭിനയിക്കുന്നു എന്നൊക്കെ പറഞ്ഞ അങ്ങനത്തെ ഐറ്റംസ് അല്ലേ? അങ്ങനെ സ്കോപ്പുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞത് ഈ സീനിലല്ല. ഇപ്പൊ എനിക്കൊന്ന് പറഞ്ഞു. സീരിയസ് ആയിട്ടൊരു കാര്യം ഈ സീനിലല്ലടാ. നടിക്കർ മൂവിയുടെ ട്രെയിലറാണ് കണ്ടത്. വലിയൊരു ഇതൊന്നുമില്ല, എന്നാലും കുഴപ്പമില്ല. എന്താവുമെന്ന് ഞാൻ അറിയത്തില്ല. തല്ലുമാലപ്പുള്ള ഒരു മൂവിയാണോ വരാൻ പോകുന്നതെന്ന് നമുക്കറിയാൻ പറ്റത്തില്ല. ഒരു കോമഡി എൻ്റർടൈൻമെൻറ്റ് തന്നെ ആയിരിക്കും വരുന്നത്. അതായത് സിനിമ സൈറ്റിൽ നടക്കുന്ന ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് പോകുന്നതാണ്. അയാളുടെ പടങ്ങൾ പൊട്ടുന്നതും കാര്യങ്ങളും പോകുന്നതും എല്ലാമായിട്ടുള്ള ഒരു കഥാപാത്രമാണ് ചെയ്തിരിക്കുന്നത്. പിന്നീട് ജീവിതത്തിൽ സംഭവിക്കുന്ന കുറേ കാര്യങ്ങളും പച്ചയ്ക്ക് നല്ല രീതിയിൽ പറയുന്നുണ്ട്. എന്തെങ്കിലും ഒരു കാര്യങ്ങൾ വരുമ്പോൾ ഓരോ സൈറ്റിലും ഓരോ പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത്. അതേപോലത്തെ കാര്യങ്ങളെല്ലാം കൂടെ ഇണക്കിയാണ് ഒരു മൂവി വന്നിരിക്കുന്നത്. പിന്നീട് അഭിനയം മാറ്റി പിടിച്ചിട്ടില്ല എന്ന് ചോദിച്ചാൽ ഇല്ല. കാര്യം നമ്മുടെ ഒരു തീവണ്ടിക്കകത്തെ ഒരു രീതിയിലുള്ള ഒരു സംസാരവും ആ രീതിയിലെല്ലാം കൂടെയാണ് പോയിരിക്കുന്നത്. ഒരു മാറ്റി പിടിക്കേണ്ട സമയമായിട്ടുണ്ട് ടോവിനോ. ഒരു ഗുമ്മില്ല. പിന്നീട് എന്തായാലും അറിയില്ല, ഇനി ഒരു ഫൈറ്റ് സീനുമായിട്ടുള്ള ഒരു മൂവിയും കാര്യങ്ങളെല്ലാം കൂടെയാണ് വരുന്നത്. എന്തായാലും അടുത്ത മാസം 3-ാം തീയതി നമുക്കറിയാം ഈ പടത്തിനെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളും എല്ലാം കൂടെ. എന്തായാലും നല്ലൊരു പടം തന്നെ ആയിരിക്കട്ടെ. ഒരു തല്ലുമാല രീതിയിലാവണമെങ്കിൽ എങ്ങനെ ഇരിക്കും എന്നുള്ള കാര്യങ്ങൾ ഇനി എങ്ങനെ ജനങ്ങൾ ഏറ്റെടുക്കും എന്നുള്ള കാര്യത്തിൽ നമുക്കറിയില്ല. കാര്യം ഇപ്പോൾ എല്ലാവർക്കും അതിനകത്തൊരു ഒരു കോമഡി രംഗങ്ങളും കാര്യങ്ങളും എല്ലാം ക്രിയേറ്റ് ചെയ്ത് തന്നെയാണ് പടം പോകുന്നത്. പിന്നീട് അതിനിടയിൽ തന്നെ ആക്ഷനും ത്രില്ലും എല്ലാം കൂടെ ഉൾപ്പെടുത്തിയിട്ടായിരിക്കും പോകുന്നത്. ഞങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്ന കുറേ കാര്യങ്ങളെല്ലാം കൂടെ ആസ്പദമാക്കിയാണ് ആ കഥയും കഥാപാത്രമായിട്ട് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ എന്തായാലും മെയ് 3-ാം തീയതി നമുക്കറിയാം ഇതിനെക്കുറിച്ചുള്ള ബാക്കി കാര്യങ്ങളെല്ലാം. എന്തായാലും വിജയാശംസകൾ നേർന്നുകൊള്ളുന്നു. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ അടിക്കണം പറയരുത്. പുതിയൊരു വീഡിയോ ആയിരുന്നു പറയാം. നിങ്ങളുടെ സ്വന്തം നിതിൻ. ബൈ.